വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു KC's ക്ലാസ്സസ്. KC's ക്ലാസ്സസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom BBA 5th സെമസ്റ്റർ എക്സാംസിൽ നാളെ നടക്കാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം പേപ്പറാണ് അക്കൗണ്ടിങ് ഫോർ മാനേജ്മെന്റ്. നമ്മൾ ഈ ഒരു പേപ്പറിന്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷൻ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. സ്മാർട്ട് സ്റ്റഡിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ദെൻ നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സീരീസ് ആണ് ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സ്. ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണെങ്കിലും ഒന്ന് പാസ് ആകണമെങ്കിൽ മിനിമം ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom BBA എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിനെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് അതിൽ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ അക്കൗണ്ടിങ് ഫോർ മാനേജ്മെന്റ് ഈ ഒരു സബ്ജക്റ്റിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകുമ്പോൾ 5 മൊഡ്യൂളാണ് വരുന്നത്. നല്ല രീതിയിൽ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഓരോ സെമസ്റ്ററിലും നമുക്ക് ഓരോ അക്കൗണ്ടിങ് പേപ്പറാണ്. 4th നമുക്ക് കോസ്റ്റ് അക്കൗണ്ടിങ് ആയിരുന്നു. നമുക്കിവിടെ പാസ്സാകാൻ വേണ്ടത് 35 മാർക്കാണ്. അതിൽ ഇന്റേണൽ 20 മാർക്ക് റെഗുലർ സ്റ്റുഡൻസിന് ടീച്ചേഴ്സിന്റെ കയ്യിൽ നിന്ന് കിട്ടും. അല്ലാത്ത ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ സ്റ്റുഡൻസിന് MCQ എഴുതിയിട്ടാണ് കിട്ടുക. അപ്പോൾ 20ൽ ഒരു 10 മാർക്ക് നമുക്ക് MCQ വഴി ലഭിക്കുകയാണെങ്കിൽ, അല്ലെ ഇന്റേണൽ ആയിട്ട് 10 മാർക്ക് കിട്ടിയാൽ ബാലൻസ് ഒരു 25 മാർക്ക് 80 മാർക്കിന്റെ എക്സ്റ്റേണൽ എക്സാമിൽ മേടിക്കാൻ വളരെ ഈസിയാണ്. ഇപ്പൊ പഠിക്കുന്ന കുട്ടിക്കും പോസിബിൾ ആണ്. എങ്ങനെ? ഞാൻ എപ്പോഴും പറയുന്ന സ്ട്രാറ്റജി, 2 പാർട്ടിലോട്ട് നമ്മൾ ഫോക്കസ് ചെയ്താൽ തന്നെ നമുക്ക് പുഷ്പം പോലെ പാസ്സാക്കാൻ സാധിക്കും. പാർട്ട് C ആൻഡ് പാർട്ട് A, ഈ 2 പാർട്ടിന്റെയും പ്രത്യേകത എന്ന് പറയുന്നത് റിപ്പീറ്റ് ആയിട്ട് ഒരുപാട് ചോദ്യങ്ങൾ വരുന്ന പാർട്ടുകളാണ്. സോ പാർട്ട് സിയിൽ നമുക്ക് ഇവിടെ അറിയാം 4 SI ചോദ്യങ്ങളാണ് വരിക. അതിൽ 2 ആൻസർ ചെയ്യണം. സോ ഇവിടെ യൂഷ്വലി കണ്ടുവരുന്നത് 3 പ്രോബ്ലംസും ഒരു തിയറിയാണ്. ബട്ട് ലാസ്റ്റ് ചില വർഷങ്ങളായിട്ട് 2 പ്രോബ്ലംസ് 2 തിയറി അങ്ങനെയും വരുന്നുണ്ട്, കുട്ടികൾക്ക് കുറച്ച് സപ്പോർട്ടീവ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ എല്ലാ പേപ്പറിലും പ്രോബ്ലത്തിൽ ഒരെണ്ണം മിക്കതും ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റിന്റെ പ്രോബ്ലം വരുന്നുണ്ട്. ചിലപ്പോൾ അതിന്റെ തിയറി ആവാൻ വരാം. റേഷ്യോ എന്നിട്ട് ബാലൻസ് ഷീറ്റ് പ്രിപ്പറേഷൻ പ്രോബ്ലം വരുന്നുണ്ട് റിപ്പീറ്റ് ആയിട്ട്. മാർജിനൽ കോസ്റ്റിങ്ങിന്റെ പ്രോബ്ലം തിയറിയും കാണാറുണ്ട്. പിന്നെ തിയറി ആയിട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ് എന്താണ്, അതിന്റെ ടൂൾസ്, അതിന്റെ ഇമ്പോർട്ടൻസ്, യൂസസ് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് റിപ്പീറ്റ് ആയിട്ട് വരുന്ന ചോദ്യങ്ങൾ. പിന്നെ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ ബേസിക്സ് വേണമെങ്കിൽ ചോദിക്കാം. എന്താണ് അതിന്റെ സ്കോപ്പ്, ഒബ്ജക്റ്റീവ്സ്, അതൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. ഒരു പ്രാവശ്യം ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രൊഫോമ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരു 4-5 ടോപ്പിക്കുകളാണ് മാറി മാറി വരുന്നത്. അപ്പോൾ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിക്കാണെങ്കിലും ഇപ്പൊ തിയറിയാണ് ഫോക്കസ് ചെയ്യണമെങ്കിൽ മാർജിനൽ കോസ്റ്റിംഗിന്റെ ബേസിക് തിയറി, അതിന്റെ യൂസസ്, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റിന്റെ ബേസിക് തിയറി, അതിന്റെ യൂസസ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ ഇമ്പോർട്ടൻസ്, ടൂൾസ്, അതിന്റെ യൂസസ്, മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ ബേസിക് തിയറി, ഈ 3-4 തിയറി ടോപ്പിക്കുകളിൽ ഏതെങ്കിലും 1-2 വരെ നമുക്ക് ചിലപ്പോൾ ഒരെണ്ണമാണ് ഇടണമെങ്കിൽ ഒരെണ്ണമെങ്കിലും ചിലപ്പോൾ SIക്ക് തിയറി ആയിട്ട് കിട്ടും. ഇനി പ്രോബ്ലം നോക്കുകയാണെങ്കിൽ എല്ലാ പ്രാവശ്യവും ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് മിക്കതും ഇടാറുണ്ട്, അല്ലെങ്കിൽ തിയറി. അപ്പോൾ മുഴുവനായിട്ട് ശരിയില്ലെങ്കിലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ, ഫണ്ട് ഫ്രം ഓപ്പറേഷൻ, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പറേഷൻ, ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ ചെറിയ തെറ്റ് വന്നാലും നമുക്ക് മിനിമം ഒരു പകുതി മാർക്കെങ്കിലും അവിടെ കിട്ടും. റേഷ്യോ ചിലപ്പോൾ കുറച്ച് ടഫായിരിക്കും നിങ്ങൾക്ക്. അപ്പോൾ അറിയുന്ന പോലെ 4 2 ആൻസർ ചെയ്യാൻ സാധിക്കുമെങ്കിൽ, ഇപ്പോൾ ഒരെണ്ണത്തിൽ 5 മാർക്ക് കിട്ടിയാൽ 2 കൂടി ഒരു 10 മാർക്കിൻ്റെ അടുത്ത് അവിടെ സ്കോർ ചെയ്യാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ 2 തിയറി ചോദ്യങ്ങളാണ് വരുന്നതെങ്കിൽ ചിലപ്പോൾ നമുക്ക് എങ്ങനെ പോയാലും 2 essay എഴുതിയിട്ട് ഒരു 10 മാർക്ക് കിട്ടും. വലിയ കുഴപ്പമില്ലാണ്ട് പ്രസന്റ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഫണ്ട് ഫ്ലോ അതുപോലെ തന്നെ തിയറി. ഇനിയിപ്പോൾ റേഷ്യോ ചിലപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ലാസ്റ്റ് മൊമെന്റിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അത് മൊത്തം പഠിച്ച് അവസാനിപ്പിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. പിന്നെ അല്ലെങ്കിൽ മാർജിനൽ കോസ്റ്റിങ്. അപ്പോൾ 2-3 ഞാൻ ഈ പറഞ്ഞ തിയറി ടോപ്പിക്സ് നോക്കുക. അപ്പോൾ ചിലപ്പോൾ അതിൽ നിന്നൊരു essay കിട്ടും. പ്രോബ്ലത്തിൽ ഫണ്ട് ഫ്ലോ വലിയ കുഴപ്പമില്ലാണ്ട് ആ ഫോമാറ്റെങ്കിലും ഓക്കെ ആവുകയാണെങ്കിൽ 2 essay നമ്മൾക്ക് പ്രസന്റ് ചെയ്തിട്ട് മിനിമം ഒരു 10 മാർക്കെങ്കിലും അച്ചീവ് ചെയ്യാൻ പോസിബിൾ ആണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിൽ മാർക്ക് കുറഞ്ഞാലും നോ പ്രോബ്ലം. അപ്പുറത്ത് നമുക്ക് 2 മാർക്സിൻ്റെ ഏരിയ ഉണ്ട്. 2 മാർക്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മൊത്തം റിപ്പീറ്റ് ആയിട്ട് വരുന്നൊരു ഏരിയ. അതിൽ ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്താണ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ് എന്താണ്, അതിൻ്റെ ലിമിറ്റേഷൻസ്, പിന്നെ റേഷ്യോയിൽ ഏതെങ്കിലും ഒരു റേഷ്യോ,
ഇപ്പോൾ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ, സോൾവൻസി റേഷ്യോ, ടേൺ ഓവർ റേഷ്യോസിൽ ഏതെങ്കിലും ഒരെണ്ണം, EPS, ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ, ലിക്വിഡിറ്റി റേഷ്യോ. അപ്പോൾ ഇങ്ങനെ റേഷ്യോസിൽ ഏതെങ്കിലും ഒരു റേഷ്യോ എപ്പോഴും വരുന്നുണ്ട്. പിന്നെ റേഷ്യോ തന്നിട്ട് വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുക, ഈ കറണ്ട് ലൈബിലിറ്റി, കറണ്ട് അസറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ചെറിയ പ്രോബ്ലം. പിന്നെ മാർജിനൽ കോസ്റ്റിംഗിൽ എന്താണ് മാർജിനൽ കോസ്റ്റിംഗ്, BP എന്താണ്, കോൺട്രിബ്യൂഷൻ എന്താണ്, PV റേഷ്യോ എന്താണ്, ഇങ്ങനെ ടേമുകളിൽ ഏതെങ്കിലും CVP അനാലിസിസ് എന്താണ്, റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട്. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്താണ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്താണ്, ഫണ്ട് എന്താണ്, സോഴ്സസ് ഓഫ് ഫണ്ട് എന്താണ്, ഫണ്ട് ഫ്രം ഓപ്പറേഷൻ, ഫണ്ട് ലോസ്റ്റ് ഇൻ ഓപ്പറേഷൻ, ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. പിന്നെ ക്യാഷ് ഫ്ലോയില് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്, ഫിനാൻസിങ് ആക്ടിവിറ്റീസ് എന്താണ്, ക്യാഷ് ഈക്വലന്റ് എന്താണ്, ഫണ്ടിന്റെ കാര്യം ഞാൻ പറഞ്ഞു, അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട്, പിന്നെ കീ ഫാക്ടർ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, അങ്ങനെ 2 മാർക്സിൻ്റെ ബേസിക്സ്, ഇപ്പോൾ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ ലിമിറ്റേഷൻ, ആ കാര്യങ്ങൾ സെക്കൻഡ് ചാപ്റ്ററിൽ. പിന്നെ കമ്പാരറ്റീവ് ബാലൻസ് ഷീറ്റ് എന്താണ്, കോമൺ സൈസ്, ട്രെൻഡ്, ഇതിലേതെങ്കിലും ഒരെണ്ണം വരുന്നുണ്ട്. റേഷ്യോയുടെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ പറയുന്ന കുറച്ച് ചോദ്യങ്ങളിൽ നിന്ന് 15 എണ്ണം ഉണ്ട്, നമുക്കൊരു 5-6 എണ്ണം ശരിയായാൽ മതി. ഒരു 5 എണ്ണം കിട്ടാൻ ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിക്കാണെങ്കിലും ഈ ചോദ്യങ്ങൾ 2 മാർക്സിൻ്റെ പഠിച്ച് അവസാനിപ്പിക്കാൻ പോസിബിളാണ്. സോ ഒരു 10-12 മാർക്ക് അവിടെയും കിട്ടി. SAയും നമുക്ക് കിട്ടുകയാണെങ്കിൽ അവിടെ തന്നെ 20 മാർക്ക് 22 മാർക്കായി, പാർട്ട് Aയും Cയും കൂടിയിട്ട്. ദെൻ ഇതിൽ പറഞ്ഞ പല ചോദ്യങ്ങളും തന്നെയാണ് പാർട്ട് Bയിൽ വരുന്നത്. പാർട്ട് Bയിൽ 5 പ്രോബ്ലംസും 3 തിയറി, അല്ലെങ്കിൽ 4 പ്രോബ്ലംസും 4 തിയറിയാണ് വരുന്നത്. അത് മിക്ക പേപ്പറിലും ഈ പറയുന്ന ഞാൻ പാർട്ട് Cയിൽ പറഞ്ഞ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ ബേസിക് തിയറി, അതിന്റെ ഡിഫറൻസ് ബിറ്റ്വീൻ മാനേജ്മെന്റ് അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടിങ്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസിനെ പറ്റിയുള്ള ബേസിക് തിയറി, ഇതൊക്കെ റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട് തിയറി പാർട്ടില്. പിന്നെ റേഷ്യോയുടെ പ്രോബ്ലംസ്, ഈ പറഞ്ഞ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റിൽ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ളത്, ഷെഡ്യൂൾ ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലിന്റെ. അപ്പോൾ ഈ പാർട്ട് Cയിൽ പറഞ്ഞ പല ചോദ്യങ്ങളും തിയറി ടോപ്പിക്സും, റേഷ്യോ എന്താണ്, മാർജിനൽ കോസ്റ്റിംഗിന്റെ തിയറി, ഇതൊക്കെ പാർട്ട് Bയിൽ നമുക്ക് കാണാൻ സാധിക്കും. പ്രോബ്ലംസ് 5 മാർക്കിന്റെ വരുന്നത് ഇപ്പോൾ ക്യാഷ് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ ഏതെങ്കിലും, അത് ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്, ഫിനാൻസിങ്. പിന്നെ ഫണ്ട് ഫ്ലോയിൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലോ, അഡ്ജസ്റ്റഡ് P&L അക്കൗണ്ട് വരച്ചിട്ട് ഫണ്ട് ഫ്രം ഓപ്പറേഷന്റെ കാൽക്കുലേഷനോ, അപ്പോൾ ഇതൊക്കെ C പാർട്ടിലേക്ക് പഠിച്ചിട്ടുള്ളതല്ലേ. മാർജിനൽ കോസ്റ്റിംഗിൽ BP, മാർജിൻ ഓഫ് സേഫ്റ്റി, ഇതൊക്കെ കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലം, അത് C പാർട്ടിൽ നിങ്ങൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കിട്ടും. മനസ്സിലായോ? റേഷ്യോയുടെ ടേൺ ഓവർ റേഷ്യോസിൽ ഏതെങ്കിലും ഒരു പ്രോബ്ലം. അപ്പോൾ C പാർട്ടിലോട്ട് ഫോക്കസ് ചെയ്യുന്ന പല കാര്യങ്ങളും B പാർട്ടിൽ നമുക്ക് കാണാൻ സാധിക്കും, അത് ചെറിയ രൂപത്തിൽ. ഓക്കെ, അപ്പോൾ അങ്ങനെ അറിയുന്ന പോലെ B പാർട്ട് കൂടി നോക്കുകയാണെങ്കിൽ നമുക്ക് 25നേക്കാൾ മേലെ ഇപ്പോൾ പഠിക്കുന്ന കുട്ടിക്കാണെങ്കിലും കിട്ടുന്നതാണ്. ഇന്റേണൽ കൂടി ആവുമ്പോൾ നിങ്ങൾക്ക് 35 അല്ല അതിനേക്കാൾ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്ത് പാസ് മാർക്കിനേക്കാൾ കൂടുതൽ അവിടെ അച്ചീവ് ചെയ്യാൻ പറ്റും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിക്കാണെങ്കിലും. ഓൾറെഡി എൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ കേട്ട് പഠിച്ചു കഴിഞ്ഞുള്ളൊരു കുട്ടിക്കാണെങ്കിൽ 90% അടുത്ത് പുഷ്പം പോലെ സ്കോർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഹൈ മാർക്സിലോട്ട് എത്താൻ ഉദ്ദേശിക്കുന്ന കുട്ടികൾ ഞാൻ പറഞ്ഞിട്ടുള്ള എല്ലാ വീഡിയോസും കാണുക. ലാസ്റ്റ് മൊമെൻറ്റിൽ ജസ്റ്റ് ഒന്ന് പാസ്സായാൽ മതി എന്നുള്ള കുട്ടികൾ ഞാൻ പറഞ്ഞ ഈ ഒരു സ്ട്രാറ്റജി അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ദെൻ ഞാൻ എപ്പോഴും പറയുന്നതാണ്, ലാസ്റ്റ് മൊമെൻറ്റിൽ പഠിക്കുന്ന കുട്ടികൾ ഫസ്റ്റ് ചാപ്റ്റർ ബേസിക്സ് നോക്കി വയ്ക്കുക, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ, മാർജിനൽ കോസ്റ്റിംഗ് പരമാവധി അവസാനിപ്പിക്കുക, ഫണ്ട് ഫ്ലോ, ഈ 2-3 ടോപ്പിക്കുകളിലോട്ട് കൂടുതൽ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും പുഷ്പം പോലെ പാസ്സാകാൻ പറ്റും. ഓക്കെ, സോ നല്ല രീതിയിൽ എല്ലാവരും എക്സാം അറ്റൻഡ് ചെയ്യുക. നാളെ എക്സാമിന് ശേഷം എക്സാം റിവ്യൂ ആയിട്ട് വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ്.